ഹായ് കൂട്ടുകാരെ, എനിക്കിതേ നല്ല ഒന്നാന്തരം ഒരു പച്ച ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് ഞാനിതൊരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കി കാണിക്കാമേ. ഒരു പക്ഷേ ചിലർക്കൊക്കെ അറിയാമായിരിക്കും, അതായത് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ഉള്ളവർക്കൊക്കെ അറിയാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അല്ലാത്തവർക്കൊക്കെ അറിയുമോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഇതിനു മുന്നേ ഇത് കണ്ടിട്ടുണ്ടെങ്കിലോ കഴിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഡയബറ്റിക്കുകാർക്ക് വളരെ നല്ലതാണ്. ദിവസവും 3 നേരവും ഇത് കഴിച്ചാലും യാതൊരു കുഴപ്പവുമില്ല. കാരണം ഡയബറ്റിക്കുകാർക്ക് പച്ചച്ചക്ക വളരെ നല്ലതാണെന്നുള്ളത് കൂട്ടുകാരിൽ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കുമല്ലോ. സാധാരണ നമ്മൾ പച്ചച്ചക്ക വെച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ചക്ക വേവിക്കുക, അല്ലെങ്കിൽ ചക്ക പുഴുക്കുണ്ടാക്കുക എന്ന് പറയും. അല്ലെങ്കിൽ ഇതിനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ചക്ക ചിപ്സ് ഉണ്ടാക്കും. അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ്. ഇതങ്ങനെയൊന്നുമല്ല കേട്ടോ. ദേ ചക്ക വെട്ടിപ്പറിച്ചെടുത്ത് ഞാൻ ചകിണിയും കുരുവും ഒക്കെ നീക്കം ചെയ്ത് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ, അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. അത്രയും വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഫുൾ ഫ്ലെയിമിൽ 2 വിസിൽ കേൾപ്പിച്ച് കംപ്ലീറ്റ് പ്രഷർ പോകുന്നതിനായിട്ട് മാറ്റി വെക്കണം. ഇനി ഇതിൻ്റെ ഒപ്പം കഴിക്കുന്നതിനായിട്ട് ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് കേട്ടോ. കൂട്ടുകാരിൽ ആരെങ്കിലും ഇതിനു മുന്നേ ഈ രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. ഈ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ ഈ രീതിയിൽ തന്നെ ചമ്മന്തി ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കാന്താരി എടുത്തിരിക്കുന്നത്. കാന്താരി തന്നെയാണ് ഇതിന് ഏറ്റവും നല്ലത്. കിട്ടിയില്ലെങ്കിൽ മാത്രം എരിവുള്ള പച്ചമുളക് എടുക്കുക. ഒപ്പം കുറച്ച് ചെറിയ ഉള്ളി, 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് കുരുമുളക് പച്ചക്കുരുമുളകാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. ചെറിയ ഒരു ഉരുള പിഴിപുളി. പിന്നെ ഈ കുരുമുളകിൻ്റെയും കാന്താരിയുടെയൊക്കെ എരിവനുസരിച്ച് 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർക്കണം. ആവശ്യമായ ഉപ്പ്. എപ്പോഴും കുരുമുളകിൻ്റെയും കാന്താരിയുടെയും എരിവ് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ മാത്രമേ തേങ്ങ ചേർക്കാവുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ വെള്ളം ഒട്ടും ചേർക്കാതെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുക. ഇപ്പോൾ ദേ പ്രഷർ കുക്കറിൻ്റെ പ്രഷറെല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. തുറന്നെടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. പിന്നെ കുറച്ച് ടേസ്റ്റ് വരട്ടെ എന്ന് വെച്ചിട്ട് നല്ല ഫ്രഷായിട്ട് ചിരകിയെടുത്ത തേങ്ങ, നമ്മൾ നേരത്തെ ചിരകി ഉണങ്ങിയിരിക്കുന്ന സൈസ് തേങ്ങ ചേർത്താൽ അതിൽ പാല് കുറവായിരിക്കും. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണെങ്കിൽ ആ തേങ്ങയുടെ പാലും കൂടി ഇതിലേക്ക് മിക്സ് ആകുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടും കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമില്ലേ. എന്നിട്ട് നല്ല ചൂട് കട്ടൻ ചായ മധുരം ചേർക്കാതെ എടുത്ത് ഇത് 3 കൂടി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് കൂട്ടുകാരെ അഭിപ്രായം പറയണം കേട്ടോ. ഇപ്പോൾ ദേ ഇവിടെ നല്ല മഴയുണ്ട്. പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് ഇത് സൂപ്പറാണ് ചൂടോടെ കഴിക്കാനായിട്ട്. ഇതിനു മുന്നേ ഇങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കമൻറ്റ് ചെയ്യുകയും വേണേ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.